നീ ഒരു അനുഗ്രഹമാവും, നിന്നെ ഞാൻ വലിയ ജനതയാക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇത് അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കും വ്യവസ്ഥകളില്ലാതെ ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇന്നും കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഇസ്രായേൽ എന്ന ഒരു രാജ്യം ലോക രാജ്യങ്ങളോട് ഒറ്റയ്ക്ക് പോരടിച്ച് നേരെ തലനിവർത്തി നിൽക്കുന്നത്. ഈ അനുഗ്രഹം അവർക്ക് ദൈവം കൊടുത്തത് കൊണ്ടാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? അവരോട് പറയാണ്, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നിനക്ക് ക്ലേശം വരും, നിനക്ക് ചില സമയത്ത് കഷ്ടത വരും, പക്ഷേ നിന്റെ സന്തതിക്കാണ് ഈ നാട്. അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ, നീ ഇനി ഇതിനകത്ത് വീഴ്ച വരുത്തിയാലും ഞാൻ ഈ പറഞ്ഞൊക്കെ നിറവേറും.